വെൽക്കം ബാക്ക് ടു ഓൾ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് നമ്മുടെ സ്ട്രാറ്റജി ഫ്രീ ആയിട്ട് ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കുക എന്നതിനെക്കുറിച്ചാണ്. കാരണം നമ്മൾ ട്രേഡിംഗ് വ്യൂവിലാണെങ്കിൽ പോലും അതിൻ്റെ പ്രീമിയം പ്ലാൻ സബ് ചെയ്താൽ മാത്രമേ നമുക്ക് അതിൻ്റെ റിപ്ലേസും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിട്ടുള്ളൂ. സോ നമുക്കതെങ്ങനെ ഫ്രീ ആയിട്ട് നമ്മുടെ ബാക്ക് ടെസ്റ്റ് അല്ലെങ്കിൽ നമ്മുടെ സ്ട്രാറ്റജി ബാക്ക് ടെസ്റ്റ് നോക്കാമെന്ന് ഞാൻ ഇവിടെ കാണിച്ചു തരാൻ പോകുന്നത്. അത് നിങ്ങൾ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വെബ്സൈറ്റാണ് ട്രേഡേഴ്സ് കാസ. നിങ്ങൾ ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് കാണാൻ പറ്റും. അത് ഫസ്റ്റ് തന്നെയുള്ള മുകളിൽ തന്നെയുള്ള ഓപ്ഷൻ ട്രേഡേഴ്സ് കാസ ഓപ്പൺ ആക്കുക, ആ ഒരു വെബ്സൈറ്റിലോട്ട് പോവുക. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ സൈൻ അപ്പ് ഇറ്റ്സ് ഫ്രീ എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. സോ എന്ത് ചെയ്യുക, അത് നിങ്ങൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ഇങ്ങനെ ഇൻ്റർഫേസിലോട്ട് പോകും. ഇവിടെ നിങ്ങൾ സൈൻ അപ്പ് ചെയ്യാൻ വേണ്ടിയാണ് ഫസ്റ്റ് നെയിം കൊടുക്കുക, ശേഷം ലാസ്റ്റ് നെയിം കൊടുക്കുക. നിങ്ങൾക്ക് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് തന്നെ വായിച്ചെടുക്കാവുന്നുള്ളൂ. സോ ഇമെയിൽ കൊടുക്കുക, ശേഷം നിങ്ങൾ സ്ട്രോങ് ആയിട്ടുള്ള പാസ്വേഡ് അവരെ ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, അതിനുശേഷം ആ ഒരു പ്രൈവസി പോളിസി ഉണ്ടാകും, ടേംസ് ആൻഡ് സർവീസ് അവരുടെ, അത് ജസ്റ്റ് ടൈപ്പ് ചെയ്തിട്ട് സൈൻ അപ്പ് കൊടുക്കുക. അത്രയുള്ളൂ, നിങ്ങൾക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ ഓൾറെഡി എനിക്ക് ഈ ഒരു ഇമെയിൽ അക്കൗണ്ട് ഉണ്ട്. സോ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ചെയ്ത്. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ ഒരു സൈൻ അപ്പ് ചെയ്യാവുന്നൊരു അതിൻ്റെ ഒരു സെറ്റിങ്സ് ഇത്രയേ ഉള്ളൂ. സോ അതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, സൈൻ അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഓപ്ഷൻ കൊടുക്കണം. സോ ഞാൻ ജസ്റ്റ് സൈൻ ചെയ്യട്ടെ. ഓക്കെ, ശേഷം നിങ്ങൾ സൈൻ ഇൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ ഒരു വെബ്സൈറ്റിലോട്ട് ഈ ഒരു ഇൻ്റർഫേസിലോട്ട് പോവുകയും അവിടെ നിങ്ങൾക്ക് ഇതായിട്ട് കുറച്ച് സ്ക്രോൾ ചെയ്ത് നിങ്ങൾക്ക് അവരൊരു അവരുടെ മൊത്തത്തിലുള്ള ഒരു ഇത് കാണാൻ പറ്റും. ജസ്റ്റ് അത് നോക്കുകയൊന്നും വേണ്ട, നമ്മൾ ബാക്ക് ടെസ്റ്റ് ചെയ്യാനല്ലോ വന്നത്. സോ എന്ത് ചെയ്യുക, ആ ഒരു മുകളിൽ റൈറ്റ് സൈഡിൽ ഒരു ഐക്കൺ ഉണ്ട്, അത് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡാഷ്ബോർഡ്, അനലൈറ്റിക്സ്, റിപ്പോർട്ട്സ്, ട്രേഡ്സ്, ബാക്ക് ടെസ്റ്റ്, നോട്ട്ബുക്ക് അങ്ങനെ സംതിങ് കാണാൻ പറ്റും. സോ നമുക്ക് വേണ്ട ബാക്ക് ടെസ്റ്റ് ആണ്. ആ ബാക്ക് ടെസ്റ്റ് കൊടുത്താൽ നിങ്ങൾക്ക് ഇവിടെ ഓൾറെഡി എനിക്കൊരു സെഷൻ ഉണ്ട്. സോ നിങ്ങൾക്ക് എന്താ ചെയ്യേണ്ട, ഒരു പുതിയ കൺസെപ്റ്റ് നോക്കാൻ വേണ്ടി. സോ അതിനകത്ത് ന്യൂ സെഷൻ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. അതിനുശേഷം നിങ്ങളുടെ സെഷൻ നെയിം, അതിപ്പോൾ നിങ്ങളുടെ സ്ട്രാറ്റജിയുടെ നെയിം, വാട്ട് എവർ ഇറ്റ് എന്ത് വേണം നിങ്ങൾക്ക് അവിടെ ചൂസ് ചെയ്യാൻ. ജസ്റ്റ് അതിൻ്റെ നെയിം മാത്രമാണ്. സോ ഞാനിവിടെ ന്യൂ കൺസെപ്റ്റ് എന്ന് കൊടുക്കുകയാണ്. ശേഷം എന്ത് ചെയ്യുക, സ്റ്റാർട്ടിംഗ് ബാലൻസ് എത്രയാണ് നിങ്ങളുടെ സ്റ്റാർട്ടിംഗ് ബാലൻസ് അക്കൗണ്ടിൽ വേണ്ടതായിട്ട് കാണിക്കേണ്ടത്. വിർച്വൽ മണിയാണ്. സോ അത് കാണിച്ചു കൊടുക്കുക, അത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ശേഷം നിങ്ങളുടെ ഏത് പേരിലാണ് നിങ്ങൾക്ക് ചെയ്യേണ്ടതുള്ളത് അതും കൊടുക്കുക. ഞാൻ അവിടെ യൂറോ യൂസ് ചെയ്യാൻ കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ട പിക്ക് എ ഡേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഏത് ടൈം തൊട്ടാണ് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഏത് ടൈം തൊട്ടാണ് നിങ്ങൾക്ക് ഈ ഒരു ബാക്ക് ടെസ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്യേണ്ടതുള്ളത്. നമ്മുടെ കൂടെ ഇവിടെ 1 ഇയർ ഡാറ്റ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. സോ നിങ്ങൾ എന്ത് ചെയ്യുക, ഞാൻ 8-ാം തീയതിയാണ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് എനിക്ക് ആ ഒരു ഡേറ്റ് കാണിച്ചിരിക്കുന്നത്. സോ എന്ത് ചെയ്യുക, ആ ഒരു 8-ാം തീയതി കൊടുക്കുക. 8-ാം തീയതി ജനുവരി 2025 തൊട്ടാണ്, ഈ കഴിഞ്ഞ വർഷം തൊട്ടാണ് ടോട്ടൽ എനിക്ക് ചെയ്യേണ്ടത്. സോ ഞാൻ എന്ത് ചെയ്യുന്നു, അവിടെ 8-ാം തീയതി തൊട്ട് ജനുവരി ഒരു 25 വരെ ഞാനവിടെ കൊടുക്കും. ആ ഒരു ഡേറ്റ് പിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ താഴെ സെഷൻ ഡിസ്ക്രിപ്ഷൻ ഉണ്ടാവും, നിങ്ങൾക്ക് വേണമെങ്കിൽ കൊടുക്കാൻ നിർബന്ധമൊന്നുമില്ല. ഞാൻ ജസ്റ്റ് സ്കിപ്പ് ചെയ്യുകയാണ്. ഓൾറെഡി നമ്മൾ എല്ലാ ഡീറ്റെയിൽസും കൊടുത്തു കഴിഞ്ഞാൽ ആവശ്യമുള്ള ഡീറ്റെയിൽസ് കൊടുത്തു. അതിനുശേഷം സേവ് ഐക്കൺ ക്ലിക്ക് ചെയ്ത് നമ്മൾ ആ സെഷൻ സേവ് ചെയ്യുക. ഓക്കെ, നമ്മൾക്കിനി ആഡ് ചെയ്ത സെഷൻ ഇവിടെ കാണാൻ പറ്റും. ജസ്റ്റ് നമ്മൾ ആ ഒരു പ്ലേ ഐക്കൺ ഉണ്ട്, അത് ജസ്റ്റ് ടാപ്പ് ചെയ്യുക. അപ്പോൾ നമുക്ക് ആ ഒരു ചാർട്ടുള്ള ഇൻ്റർഫേസിലേക്ക് നമ്മൾ പോകുന്നതായിരിക്കും. ഓൾമോസ്റ്റ് ട്രേഡിംഗ് വ്യൂ ആയിട്ട് സിമിലാരിറ്റി ഉള്ളതാണ്. അതിൻ്റെ തന്നെ ഐക്കൺസും കാര്യങ്ങളും എല്ലാം സെയിം തന്നെയാണ്. അത് യൂസ് ചെയ്യുന്നവർക്ക് ഇതും സിമ്പിളായിട്ട് യൂസ് ചെയ്യാൻ ചെറിയ വ്യത്യാസങ്ങളേ ഉള്ളൂ. ഓക്കെ, ഇവിടെ നിങ്ങൾ മുകളിലായിട്ട് നോക്കി കാണാൻ പറ്റും കുറേ ടൈംസ്. അതെന്താ വെച്ചാൽ ഓരോ ക്യാൻഡിൽസിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ടൈമാണ്. 1 മിനിറ്റ് ക്യാൻഡിൽ, 15 മിനിറ്റ്സ് ക്യാൻഡിൽ. നിങ്ങൾക്ക് ഏതാ വേണ്ടത് വെച്ചാൽ അത് ജസ്റ്റ് സ്റ്റാർ ചെയ്ത് വെക്കാവുന്നതാണ്. ഓരോ ക്യാൻഡിൽസിൻ്റെ ടൈംസാണ്, ഏത് ക്യാൻഡിൽസിൻ്റെ ടൈമാണ്. ഓക്കെ, ശേഷം നിങ്ങളിവിടെ നോക്കിയാണ് മുകളിലൊരു ഒരു ഐക്കൺ കാണാം, ഒരു പ്ലേ ബട്ടണും അതിൻ്റെ സ്പീഡ് കൺട്രോൾ ചെയ്യുന്ന ഒരു ഐക്കണും കാണാം. എന്താ വെച്ചാൽ അതാണ് നമ്മൾ പ്ലേ ചെയ്യുന്നത്, ചാർട്ട് പ്ലേ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ആ ഒരു ഐക്കൺസാണ് അത്. ഇവിടെ നിങ്ങൾക്ക് റൈറ്റ് സൈഡിൽ കാണാൻ പറ്റും കുറേ ടൈംസ്. അതെന്താ വെച്ചാൽ നമ്മൾ മുകളിൽ ഓൾറെഡി ഏത് ക്യാൻഡിലാണ് കൊടുത്തുള്ളത്, ഏത് ടൈം ഫ്രെയിമിലെ ക്യാൻഡിലാണ് കൊടുത്തു, ആ ക്യാൻഡിൽ എത്ര എണ്ണം പ്രിൻറ്റ് ചെയ്യണം. ഒരേ ടൈമിൽ ഇപ്പം 30 കൊടുത്തു കഴിഞ്ഞാൽ ഒരേ ടൈമിൽ 30 1 മിനിറ്റിന് ക്യാൻഡിൽ പ്രിൻറ്റ് ചെയ്യും. അതേപോലെ അതൊരു 15 കൊടുത്തു കഴിഞ്ഞാൽ ഒരേ മിനിറ്റിൽ 15 1 മിനിറ്റിൻ്റെ ക്യാൻഡിൽ പ്രിൻറ്റ് ചെയ്യും. അതിനാണ് ആ ഒരു ടൈമിൻ്റെ ഇത് കൊടുത്തിരിക്കുന്നത്. പിന്നീട് ലെഫ്റ്റ് സൈഡിലായിട്ട് നമ്മുടെ ഐക്കൺസ് ഒക്കെ കൊടുത്തിരിക്കുന്നത്, ഏത് ഐക്കൺസാണ്, ഫിബ് കാര്യങ്ങളൊക്കെ എല്ലാം അവിടെ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് സ്റ്റാർ ചെയ്ത് ഇങ്ങനെ നമുക്ക് സ്ക്രീനിൽ തന്നെ വെക്കാവുന്നതാണ്. ഇവിടെ നിന്ന് ജസ്റ്റ് നിങ്ങൾക്ക് ഇത് എങ്ങോട്ടാണോ മാറ്റുന്നത് അങ്ങോട്ട് ജസ്റ്റ് മാറ്റി സെറ്റ് ചെയ്യാവുന്നതാണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ റെക്റ്റാങ്കിൾ എല്ലാണ്ട് നമ്മുടെ ട്രേഡിംഗ് വ്യൂ ആയിട്ട് സാമ്യമുള്ളതാണ്. എല്ലാം സെയിം തന്നെയാണ്, ഓൾമോസ്റ്റ് സെയിം തന്നെയാണ് എല്ലാ ഐക്കൺസും കാര്യങ്ങളൊക്കെ. ലോങ് പൊസിഷനുണ്ട്, നമുക്ക് എവിടെ നിന്ന് എൻട്രി എടുക്കുന്നത് വെച്ചാൽ അവിടെ ലോങ് പൊസിഷൻ യൂസ് ചെയ്യാം, ഷോർട്ട് പൊസിഷൻ യൂസ് ചെയ്യാം, അതിൻ്റെ ഐക്കൺസൊക്കെ യൂസ് ചെയ്യുക. ഓക്കെ, അപ്പം നിങ്ങൾക്കതും മനസ്സിലായെന്ന് വിചാരിക്കുന്നു, അതിൻ്റെ സെറ്റിങ്സും കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് നെക്സ്റ്റ് ഇതിപ്പോൾ എവിടെ വേണം ഡ്രാഗ് ചെയ്ത് വെക്കാം. നമുക്ക് എളുപ്പത്തിന് വേണ്ടി ചാർട്ടിൻ്റെ ഏത് ഇപ്പോൾ സ്റ്റൈലിലോട്ടും ഡ്രാഗ് ചെയ്ത് ചെറുതാക്കി വലുതാക്കി ഒക്കെ നമുക്ക് വെക്കാവുന്നതാണ്. ഓക്കെ, നമുക്കിനി നെക്സ്റ്റ് ഒരു എൻട്രി എങ്ങനെ എടുക്കുന്നതെന്ന് നോക്കാം. ഇവിടെ നിന്ന് ഇപ്പോൾ എനിക്കൊരു ഷോർട്ട് പൊസിഷൻ എടുക്കണം, ആ ഒരു ഡിമാൻഡ് ഏരിയയിൽ നിന്നും എനിക്ക് ഷോർട്ട് പൊസിഷൻ എടുക്കണം. സോ ഓൾറെഡി മാർക്കറ്റ് അങ്ങോട്ട് വന്നിട്ടില്ല, അപ്പോൾ എനിക്ക് അവിടെ നിന്ന് എടുക്കണം. എന്ത് ചെയ്യും, ഞാൻ അവിടെ ഓൾറെഡി ഒരു എൻട്രി സെറ്റ് ചെയ്ത് വെക്കും. ഇവിടെ വന്നാലാണ് ഞാൻ എൻട്രി എടുക്കുക. അതാണ് എൻ്റെ ഒരു കൺസെപ്റ്റ്. സോ എന്ത് ചെയ്യാം, ജസ്റ്റ് അവിടെ ഒരു എൻട്രി പോയിൻറ്റ് വെച്ചിട്ട് ആ പ്ലേ ഐക്കൺ ക്ലിക്ക് ചെയ്ത് കാണാൻ പറ്റും. മാർക്കറ്റ് അതിലോട്ട് വന്ന് എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നതൊക്കെ നമുക്ക് നോക്കാൻ പറ്റും. ഇതിലൂടെ നമുക്ക് എങ്ങനെ നമ്മുടെ സ്ട്രാറ്റജി വർക്കാവുന്നതെന്നോ അല്ലെങ്കിൽ എങ്ങനെയാണത് പ്ലാൻ ചെയ്യുന്നതൊക്കെ കാര്യങ്ങളൊക്കെ നമുക്ക് നോട്ട് ചെയ്ത് വെക്കാവുന്നതും
സിമ്പിളായിട്ട് നോക്കാവുന്നതാണ്. ഓക്കെ, അതിനുശേഷം നമുക്ക് എങ്ങനെയാണ് ഇതിലൊരു പൊസിഷൻ എടുക്കുന്നത് ഞാൻ കാണിച്ചു തരാം. ഇത് നമ്മൾ ഓൾറെഡി നമ്മുടെ ബാലൻസും കാര്യങ്ങളൊക്കെ കൊടുത്തല്ലോ. സോ നമുക്ക് പൊസിഷൻ എൻട്രി എടുത്ത് നോക്കണ്ടേ, ജസ്റ്റ് വെച്ചാൽ മാത്രം പോരല്ലോ ഐക്കൺസ്. ഓക്കെ, ഇവിടെ ഞാനൊരു ബൈ എൻട്രിയാണ് പ്ലാൻ ചെയ്യുന്നത് വിചാരിക്കുക. ശേഷം എന്താക്കി ഞാൻ ആ ഒരു പോയിൻറ്റ്സ് നമ്മൾ നോട്ട് ചെയ്ത് ഏത് എവിടെയാണ് ഇത് റേഞ്ച്, ആ ഒരു അതിൻ്റെ റേറ്റ് ഉണ്ടല്ലോ, ആ റേഞ്ച് എവിടെ നിന്നാണ് എൻട്രി എടുക്കുന്നതെന്നൊക്കെ നോട്ട് ചെയ്ത് വെക്കുക. എസ്എല്ലും കാര്യങ്ങളൊക്കെ ജസ്റ്റ് നോട്ട് ചെയ്യുക. പിന്നെ നിങ്ങൾ മുകളിൽ കാണാൻ പറ്റും, കുറച്ച് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ടൈമിൻ്റെ അവിടെ ഓപ്പൺ പൊസിഷൻ എന്ന് കാണാൻ പറ്റും. അത് കൊടുത്ത് നിങ്ങൾക്ക് ഇവിടെ മാർക്കറ്റ് പ്രൈസ് ഉണ്ട്, ലിമിറ്റ് പ്രൈസ് ഉണ്ട്. ഞാൻ ഇവിടെ മാർക്കറ്റാണ് ഇടുന്നത്. സോ മാർക്കറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ കറൻറ്റ്ലി എവിടെയാണ് നിൽക്കുന്നത് അവിടുന്ന് എൻട്രി വീഴും. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ലിമിറ്റ് ഇടണമെങ്കിൽ ആ ഒരു പോയിന്റ് ഓർത്ത് വെച്ച് അത് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ ഞാൻ അവിടെ സ്റ്റോപ്പ് ലോസ് ഓർത്ത് വെക്കുന്നുണ്ട്. ഓക്കെ, ശേഷം ഓപ്പൺ പൊസിഷനിൽ പോയിട്ട് ആ സ്റ്റോപ്പ് ലോസ് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. എവിടെയാണെങ്കിൽ സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യേണ്ടത് അത് ജസ്റ്റ് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. അതിനുശേഷം ഞാനിവിടെ ടേക്ക് പ്രോഫിറ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നത് ഞാൻ നോക്കിയിട്ടില്ല, പക്ഷേ നമുക്ക് ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുത്ത് അത് നമുക്ക് എപ്പോൾ വേണേൽ ചാർട്ടിൽ എവിടെ വേണേൽ സെറ്റ് ചെയ്യാവുന്നതാണ്. അതിൽ തന്നെ നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ആയിരിക്കും നമ്മൾ ലിമിറ്റിൽ വെക്കുക. TP നമുക്ക് അങ്ങോട്ട് വേണേൽ മാറ്റാവുന്നതാണ്. ഓക്കെ, അപ്പം എനിക്ക് ആ ഒരു മാർക്കറ്റ് പ്രൈസിലാണ് എൻട്രി ഞാൻ ഇട്ടിരിക്കുന്നത്. അവിടെ സ്റ്റോപ്പ് ലോസും വെച്ചു, TPയും വെച്ചു. ശേഷം എന്ത് ചെയ്യാം, നമുക്ക് അത് പ്ലേ ചെയ്ത് നോക്കാം എങ്ങനെയാണ് ആക്ട് ചെയ്യുന്നത്. അതിനുശേഷം ഓക്കെ, നമ്മുടെ SL മാർക്കറ്റ് പോയിരുന്നത്. സോ കുഴപ്പമില്ല, നമ്മളിങ്ങനെയാണ് ആ ഒരു എൻട്രി നമ്മൾ ചെയ്യുന്നത്. മനസ്സിലായത് എങ്ങനെയാണ് ഒരു ബൈ എൻട്രി സെൽ എൻട്രി നോക്കുന്നത് നമ്മൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇവിടെ ഞാനൊരു സെൽ എൻട്രിയും കൂടെ നോക്കി കാണിച്ചു തരാം. ഓക്കെ, ഇവിടുന്ന് എങ്ങനെയാണ് സെൽ എൻട്രി, അതേ ആ പൊസിഷൻ തന്നെ, സെയിം പൊസിഷൻ തന്നെ എങ്ങനെയാണ് സെൽ എൻട്രി നോക്കുന്നത്. ലിമിറ്റ് ഓർഡർ എടുത്ത് കാണിച്ചു തരാം. നേരത്തെ മാർക്കറ്റ് എക്സിക്യൂഷൻ ആയിരുന്നു, സോ ലിമിറ്റ് ഓർഡർ ഇട്ട് തരാം. ഇവിടെ നിന്ന് എനിക്ക് സെല്ല് ചെയ്യണം. ഈ ഒരു ഏരിയയിൽ നിന്ന് എനിക്കൊരു സെൽ ഓർഡർ ഇടണം. അതാണ് എൻ്റെ ഒരു മെത്തേഡ് അല്ലേ, എൻ്റെ കൺസെപ്റ്റ് അതാണ്. ആ ഒരു ഏരിയ എത്തിക്കഴിഞ്ഞാൽ എനിക്ക് സെല്ലാണ് ചെയ്യേണ്ടത്. സോ എന്ത് ചെയ്തു, അവിടെ നിന്ന് ഒരു ഐക്കൺ വെക്കുന്നു. ശേഷം എവിടെ നിന്നാണ് എനിക്ക് എൻട്രി എടുക്കേണ്ടത് ആ ഒരു ഏരിയ ഞാൻ ആ ഒരു നമ്പർ ഞാൻ ഓർത്ത് വെക്കുന്നു, അല്ലെങ്കിൽ നോട്ട് ചെയ്ത് വെക്കുന്നു. നിങ്ങൾക്ക് ജസ്റ്റ് എന്ത് ചെയ്യാം, പിന്നെ ശേഷം എന്ത് ചെയ്യാം, ആ ഒരു ഓപ്പൺ പൊസിഷനിൽ പോകുന്നു. അതിനുശേഷം ആ ഒരു എൻട്രി പ്രൈസ് ലിമിറ്റ് ഓർഡറാണ് ഇടുന്നത്. ആ ഒരു എൻട്രി പ്രൈസ് എവിടെയാണോ അത് അടിച്ചു കൊടുക്കുക. ശേഷം സ്റ്റോപ്പ് ലോസ് കറക്റ്റ് അടിച്ചു കൊടുക്കുക. ശേഷം ടേക്ക് പ്രോഫിറ്റ് നിങ്ങൾക്ക് അത് നോക്കി വേണം ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചാർട്ടിച്ചും ഡയറക്റ്റായിട്ട് എങ്ങോട്ട് വെക്കേണ്ടത് വെച്ചാൽ അവിടെ വെക്കാവുന്നതാണ്. ശേഷം താഴെ റിസ്ക് പെർസെൻറ്റേജ്, റിസ്ക് എമൗണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നിങ്ങൾക്ക് ഏത് വേണ്ടത് കൊടുക്കുക. മുകളിൽ ബൈ സെല്ല് ലിമിറ്റ് ഓർഡർ എല്ലാം കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ലിമിറ്റ് ഓർഡർ പ്ലേസ് ആവുന്നതായിരിക്കും. ഓക്കെ, നിങ്ങൾക്ക് അതിന് ശേഷം നിങ്ങൾ TP സെറ്റ് ചെയ്യാവുന്നതാണ്. SLും സെറ്റ് ചെയ്യാം, പക്ഷേ TP നിങ്ങൾക്ക് അതിന് ശേഷം സെറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അതിനുശേഷം നമ്മൾ റൺ ചെയ്ത് വെച്ച് നിങ്ങൾക്ക് കാണാൻ പറ്റും. കുറച്ച് നേരം റൺ ചെയ്തിട്ടാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു ഐക്കൺ കുറച്ച് സ്പീഡ് കൂട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്പീഡ് ആവുന്നതാണ്. പക്ഷേ ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് ഇടയ്ക്ക് ആഡ് വരും, കാരണം ഇതും ഫ്രീ ആയിട്ട് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ പ്രീമിയം പ്ലാൻ ഉണ്ട്, പക്ഷേ നമുക്ക് ബാക്ക് ടെസ്റ്റ് ചെയ്യാൻ പ്രശ്നമൊന്നുമില്ല. ജസ്റ്റ് ഒരു ചില സമയത്ത് ഒരു 15 മിനിറ്റ് ആഡ് വരും. ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ആഡ് ക്ലോസ് ചെയ്ത് കളയാവുന്നതാണ്. അത്രേ ഉള്ളൂ. ശേഷം നമ്മൾ എന്ത് ചെയ്യുക, റൺ ചെയ്യുക. കുറച്ച് സ്പീഡ് കൂട്ടി വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി എളുപ്പത്തിൽ നമ്മുടെ കാര്യം നടക്കും. ഇല്ലെങ്കിൽ ലാഗ് ഇങ്ങനെ പോകുന്നുള്ളൂ. ജസ്റ്റ് അതിൻ്റെ ട്രിഗറായി. ശേഷം SLോട്ടാണ് പോയത്. അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും എങ്ങനെയാണ് ആ ഒരു കൺസെപ്റ്റ് വർക്കായെന്നും, അല്ലെങ്കിൽ നിങ്ങളുടെ കൺസെപ്റ്റ് എങ്ങനെയാണ് ലൈവായിട്ട് വർക്കാകും നിങ്ങൾക്ക് അത് കാണാൻ പറ്റും. ഓക്കെ, നിങ്ങൾക്ക് ഇതിൻ്റെ ടൈം ഇത് മാറ്റണമെന്നുണ്ടെങ്കിൽ അവിടെ ലാസ്റ്റ് താഴെയായിട്ടൊരു കോർണറിലൊരു സെറ്റിങ്സിൻ്റെ ഐക്കൺ അതിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 12 ഹവേഴ്സാണോ അല്ലെങ്കിൽ 24 ഹവേഴ്സാണോ നിങ്ങൾക്ക് വാക്കേണ്ടത് വെച്ചാൽ അത് ആക്കാവുന്നതാണ്. പിന്നെ കളർ ചേഞ്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓവറായിട്ട് നോക്കുന്നത് നമുക്ക് ജസ്റ്റ് വേണ്ട കാര്യം മാത്രം ചെയ്യുക. 12 ഹവേഴ്സ് ഉണ്ട്, 24 ഹവേഴ്സ്, 12 ഹവേഴ്സ് ഉണ്ട്, ഇഷ്ടമുള്ള വെക്കുക. ശേഷം നിങ്ങൾക്ക് ഇതേപോലെ നമ്മുടെ ഇന്ത്യൻ ടൈം ആക്കണം, അല്ലെങ്കിൽ കൊൽക്കത്ത ടൈം, അല്ലെങ്കിൽ ന്യൂയോർക്ക് ടൈം, അങ്ങനെ ടൈംസ് ഉണ്ട്. അതിൽ ഏതാക്കേണ്ടത് വെച്ചാൽ ഞാനിവിടെ കൊൽക്കത്ത 5:30 ആണ് ആക്കൽ. സോ കൊൽക്കത്ത 5:30 നോക്കിക്കഴിഞ്ഞാൽ അവിടെ കാണാൻ പറ്റും. ഏതാണ് നിങ്ങൾക്ക് വേണ്ടത് വെച്ചാൽ നിങ്ങൾക്ക് അത് സെലക്ട് ചെയ്യാവുന്നതാണ്. സോ അത് കൊൽക്കത്ത 5:30 ഞാൻ ആക്കി. നിങ്ങൾ ഓൾമോസ്റ്റ് ഡൺ ആയെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ എക്സിറ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. എക്സിറ്റ് സെഷൻ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു സെഷൻ എക്സിറ്റ് ചെയ്യാവുന്നതും, ഇത്രയും നേരം നിങ്ങൾ എങ്ങനെയാണ് ചെയ്തതെന്നും, അല്ലെ ആ ഒരു സെറ്റപ്പ് വെച്ചിട്ട് എത്രത്തോളം വർക്കായി എന്നുള്ള ചെറിയൊരു ഡീറ്റെയിൽസ്, ഇത് മൊത്തത്തിൽ കറക്റ്റ് അല്ല എന്നാൽ പോലും ചെറിയൊരു ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽസ് ഇത് നിങ്ങൾക്ക് ജസ്റ്റ് ചെക്ക് ചെയ്യാവുന്നതാണ്. അതിൻ്റെ അനലറ്റിക്സ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജസ്റ്റ് ഓവർവ്യൂ ആയിട്ട് എത്രത്തോളം അത് വർക്കായി, അല്ല എത്രത്തോളമായി ആ ജസ്റ്റ് വിർച്വലായിട്ട് കൊടുത്താണ്. എന്നാലും മൊത്തത്തിൽ കറക്റ്റ് അല്ല, എന്നാലും ജസ്റ്റ് ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രത്തോളമാണ് ഈ ഒരു ട്രേഡേഴ്സ് ക്ലാസ് യൂസ് ചെയ്ത് നമുക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഒരു നല്ല സ്ട്രാറ്റജി ഉണ്ടെങ്കിൽ അത് നല്ലൊരു രീതിയിൽ ബാക്ക് ടെസ്റ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് മറ്റേ ട്രേഡിംഗ് വ്യൂവിൽ പ്രീമിയം പ്ലാൻ ബൈ ചെയ്യണം. സോ അതില്ലാണ്ട് നമുക്ക് ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റുന്നത് നല്ലൊരു പ്ലാറ്റ്ഫോം തന്നെയാണ്. ഞാനും പേഴ്സണലായിട്ട് ഇത് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. സോ നിങ്ങൾക്കിത് നല്ല രീതിയിൽ മനസ്സിലായെന്ന് വിചാരിക്കുന്നു, ഹെൽപ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. എന്താണെങ്കിലും കമൻറ്റ് ചെയ്യുക. സോ ഇതുപോലുള്ള ഇൻഫോർമേറ്റീവായ വീഡിയോസ് മിസ്സാണ്ടെടുക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ് ചെയ്ത് വെച്ചേക്കുക. വീണ്ടും ഒരു വീഡിയോ കാണുന്നവരെ ബൈ.